കൊച്ചി കണ്ണമാലിയിൽ വീണ്ടും കടലേറ്റം. നിരവധി വീടുകളിൽ വെള്ളം കയറുന്നു. പള്ളിക്കത്തോട്, പുത്തൻതോട്, ചെറിയ കടവ്, പോലീസ് സ്റ്റേഷൻ, കണ്ണമാലി എന്നിവിടങ്ങളിലാണ് വെള്ളം കയറുന്നത്. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, കണ്ണമാലി പ്രദേശത്ത് അതിരൂക്ഷമായ കടലേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് പറയുമ്പോഴും നിലവിലത്തെ അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ്? അവിടത്തേക്ക് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുവാനോ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുവാനോ കഴിയുന്നുണ്ടോ? സംഗീത, എറണാകുളം ജില്ലയിലെ കടലോര മേഖലകളിൽ എല്ലാം തന്നെ കടൽ കയറ്റം രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കൊച്ചി കണ്ണമാലിയിൽ വീണ്ടും കടൽ കയറി തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ എടവനക്കാട്, വൈപ്പിൻ എടവനക്കാട് തുടങ്ങിയ ഭാഗങ്ങളിൽ കടൽ കയറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചി കണ്ണമാലിലാണ് കടൽ കയറ്റം രൂക്ഷമായിരിക്കുന്നത്. കണ്ണമാലി പോലീസ് സ്റ്റേഷന് സമീപം കടൽ കയറി തുടങ്ങി. ഒപ്പം തന്നെ നിരവധി വീടുകളിലേക്കും വെള്ളം കയറുന്നുണ്ട്. പള്ളിത്തോട്, പുത്തൻതോട്, ചെറിയ കടവ്, പോലീസ് സ്റ്റേഷൻ, ഒപ്പം തന്നെ കണ്ണമാലിയിലെ വിവിധ ഭാഗങ്ങൾ ഇവിടെയെല്ലാം തന്നെ വെള്ളം കയറി തുടങ്ങി, കടൽ കയറി തുടങ്ങിയിരിക്കുകയാണ്. മുൻപ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ചെല്ലാനത്തെ വിവിധ ഇടങ്ങളിൽ കടൽ കയറുന്നത് സ്വാഭാവികമായിരുന്നു. എല്ലാ വർഷവും അത് പതിവുമായിരുന്നു. എന്നാൽ 1 കിലോമീറ്ററോളം നീളത്തിൽ അവിടെ പുലിമുട്ട് സ്ഥാപിക്കുകയും ട്രട്രാപ്പോഡ് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ അതിന്റെ അനന്തരഫലമെന്ന വണ്ണം ഇപ്പോൾ കണ്ണമാലി തുടങ്ങിയ ഭാഗങ്ങളിലേക്കാണ് കടൽ കയറാൻ തുടങ്ങിയിരിക്കുന്നത്. സംഗീത. ശരി സഖീൻ, പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? സംഗീത, ദുരിതാശ്വാസ ക്യാമ്പിനെ കുറിച്ചൊന്നും ആരും സംസാരിച്ചിട്ടില്ല. എന്നാൽ സ്വാഭാവികമായും ഇത് രൂക്ഷമായ ഒരു വെള്ളക്കയറ്റമാണുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ക്യാമ്പുകൾ തുടങ്ങേണ്ടി വരും. കണ്ണമാലി സ്കൂളിന് സമീപം ക്യാമ്പുകൾ തുടങ്ങാനാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ വർഷമെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. കണ്ണമാലി സ്കൂളിന് സമീപത്തായിരുന്നു ക്യാമ്പുകൾ തുടങ്ങിയത്. പക്ഷേ ഓരോ കടൽ കയറ്റത്തിനും ഓരോ വീടുകൾ തകർന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് കണ്ണമാലിയിലുള്ളത്. സംഗീത. ശരി സഹിൻ, കൊച്ചി കണ്ണമാലിയിൽ വീണ്ടും കടലേറ്റം ഉണ്ടായിരിക്കുകയാണ്. നിരവധി വീടുകളിലാണ് വെള്ളം കയറുന്ന സാഹചര്യം ഉള്ളത്. സഹിനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.